Hi, I am Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ചെടിയെയാണ്. മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ്. ചിലർ അതിനെ ക്വസ്റ്റ്യൻ മാർക്ക് പ്ലാന്റ് എന്നും പറയും. വെളുത്ത് സുന്ദരമായ പൂക്കളോട് കൂടിയ ഈ ചെടി ഒരു പെരിനിയലാണ്. ഒരിക്കൽ നട്ടു കഴിഞ്ഞാൽ ഇത് വർഷങ്ങളോളം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. വർഷത്തിൽ പലതവണ പൂക്കൾ തരുന്ന ചെടിയാണ് മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ക്ലീറോഡെൻഡ്രം ഇൻസിസം. ഇതൊരു ഷ്രബാണ്. ഈ ഷ്രബിൽ ഓരോ ശാഖയിലും അറ്റത്തായി ബഞ്ചായി മൊട്ടുകളും പൂക്കളും കാണാം. ഇതിന് പല പേരുകളുണ്ട്. മ്യൂസിക്കൽ നോട്ട് പ്ലാന്റ്, മോർണിംഗ് കിസ്, വിച്ചസ് ടങ്, ഇതെല്ലാം ഇതിൻ്റെ പേരുകളാണ്. ട്യൂബുലാർ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിനുള്ളത്. ഇവിടെ മഴയുണ്ട്. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു. മഴയില്ലാത്ത സമയത്ത് ഞാൻ ഇന്നലെ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മഴയിൽ കുളിച്ച് നിൽക്കുന്ന ഈ പൂക്കളെ ഒന്ന് കണ്ടാലോ? ഇത് കണ്ട, മഴയിൽ കുളിച്ച് നിൽക്കുകയാണ്. മഴത്തുള്ളികൾ ഇറ്റു വീഴാനായി നിൽക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. ഇതങ്ങനെ പൂക്കൂടകൾ തീർത്ത് നിൽക്കുകയാണ്. ഇതിൻ്റെ ജന്മദേശം ആഫ്രിക്കയാണ് കേട്ടോ. ഒരു കമ്പ് കിട്ടിയാൽ നമ്മുടെ വീട്ടിലും 5-6 മാസം കൊണ്ട് പൂക്കൂട തീർക്കാൻ സാധിക്കും. ഇതിൻ്റെ പൂക്കളുടെ ആയുസ് എന്ന് പറയുന്നത് കുറഞ്ഞ സമയമാണ്. രാത്രിയിൽ വിരിയും. നേരം വെളുക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇത് കണ്ടോ, ഇതേപോലെ ഈ ചെടിക്ക് ചുറ്റുമായി വീണ് കിടക്കുന്ന പൂക്കളെയാണ്. വെളുത്ത് ട്രംപറ്റ് ഷേപ്പിൽ കാണുന്ന ഈ പൂക്കൾക്ക് ആയുസ് കുറവാണ്. ഇനി പൂക്കളേക്കാൾ ഭംഗി ഇതിൻ്റെ പൂമൊട്ടുകൾക്കാണ്. പൂമൊട്ടുകളാണ് മ്യൂസിക്കൽ നോട്ട് പോലെ കാണപ്പെടുന്നത്. പൂക്കൾക്ക് ഭംഗിയില്ല എന്നല്ല കേട്ടോ. നോക്കിക്ക്, വെളുത്ത പൂക്കൾ. ആ പൂക്കളുടെ നടുവിൽ നിന്ന് സ്റ്റേമൻസ്, ചുവപ്പ് നിറത്തിലുള്ള സ്റ്റേമൻസ് വെളിയിലേക്ക് നിൽക്കുന്നു. എന്തൊരു ഭംഗിയാണ് കാണാൻ. ഇനി ഈ ചെടിയുടെ കെയർ എങ്ങനെയാണെന്ന് നോക്കാം. നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് ചെടി നടേണ്ടത്. ചട്ടിയിലും നടാം, മണ്ണിലും നടാം. മണ്ണിൽ നടുകയാണെങ്കിൽ കുഴി കുത്തിയെടുത്ത് അതിനുള്ളിൽ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ കുറച്ചിട്ട് കൊടുത്ത്, കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ആയിക്കോട്ടെ, കീടങ്ങളൊന്നും വരാതിരിക്കുമല്ലോ, ഇട്ട് കൊടുത്ത് നമുക്ക് ചെടിയെ മണ്ണിൽ നടാം. ഇനി ചട്ടിയിലാണെങ്കിൽ ചട്ടിയുടെ അടിഭാഗത്ത് കുറച്ച് കൽക്കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഓട് കഷ്ണങ്ങളോ നിരത്തി, നല്ലവണ്ണം നീർവാർച്ച കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം മണൽ, ചാണകപ്പൊടി അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ചേർത്ത്, നമ്മുടെ സാധാരണ വളക്കൂട്ടില്ലേ അത് ചേർത്ത്, ചെടിയുടെ ഒരു കമ്പ് വെട്ടിയെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ ചെടി അതിനുള്ളിൽ വെച്ച് മണ്ണ് നിറച്ച് തണലിൽ വെച്ച് കുറച്ച് ദിവസത്തേക്ക് നനച്ച് കൊടുത്ത് സൂക്ഷിക്കുക. അതിനുശേഷം നല്ല വെയിലിലേക്ക് മാറ്റിയാൽ മതി. ഈ ചെടിക്ക് നല്ല വെയിലും ഇഷ്ടമാണ്. ഇനി സെമി ഷെയ്ഡിലാണെങ്കിലും ഇത് നല്ലവണ്ണം വളരും. പൂക്കളുണ്ടാകാൻ നല്ലത് എപ്പോഴും
നല്ല വെയിലുള്ളതാണ്. വാട്ടറിങ്, വെയിലത്ത് നിൽക്കുമ്പോൾ എന്താണെങ്കിലും വെള്ളം നല്ലവണ്ണം വേണമല്ലോ. നല്ലവണ്ണം വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. വെള്ളം നല്ലവണ്ണം കിട്ടിയാൽ മാത്രം പോരല്ലോ, വളം വേണ്ടേ. വർഷത്തിൽ 3-4 തവണ ഇടവിട്ട് പൂക്കൾ തരുന്ന ഈ ചെടിക്ക് അതിനനുസരിച്ച് വളം കൊടുക്കണം. ചാണകപ്പൊടി കൊടുക്കാം, അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബനാന പീലും അതേപോലെ തന്നെ ഉള്ളിത്തൊണ്ടും എല്ലാം ചേർന്ന് വെള്ളത്തിലിട്ട് വെച്ച പുളിപ്പിച്ച വെള്ളം, അതിനേക്കാൾ ഇരട്ടി വെള്ളം കൂടി ചേർത്ത് ചോട്ടിലൊഴിച്ച് കൊടുക്കുന്നതും നല്ലതാണ്. ഇതൊന്നും കിട്ടാത്തവർക്ക് NPK വളം കൊടുക്കാവുന്നതാണ്. 19-19-19 കൊടുത്താൽ ധാരാളം പൂക്കളും ഉണ്ടാകും. ഇനി പെസ്റ്റ്, ഇതിന് സാധാരണയായി പെസ്റ്റ് ആക്രമണം കാണുന്നില്ല. ഇനി അഥവാ കാണുകയാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്നത് നീം ഓയിൽ സൊല്യൂഷനും സോപ്പും കൂടെ ചേർത്ത് കലക്കിയെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. മറ്റ് കീടങ്ങളൊന്നും ഞാൻ എൻ്റെ ചെടിയിൽ കാണുന്നില്ല. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താവുന്നതും ധാരാളം പൂക്കൾ തരുന്നതുമായ ഈ ചെടിയെ സ്വന്തമാക്കണ്ടേ. ഇനി ഇതിൻ്റെ പ്രത്യുൽപാദന രീതി എന്ന് പറഞ്ഞാൽ കട്ടിങ് ഉപയോഗിച്ചാണ്. കട്ടിങ് ഉപയോഗിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വേഗം പൂക്കൾ തരും, കായ്കൾ ഉണ്ടാകും കേട്ടോ. കായ്കൾ മുളച്ച് വലിയ ചെടിയായി വരുമ്പോൾ കാലതാമസം നേരിടില്ലേ. അതിനേക്കാൾ എത്ര എളുപ്പമാണ് കട്ടിങ് ഉപയോഗിച്ചുള്ള പ്രൊപ്പഗേഷൻ. കട്ടിങ് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്താൽ മതി, അതാണ് എളുപ്പം. അപ്പോൾ പ്രൊപ്പഗേഷൻ നല്ല എളുപ്പമാണ്. അതേപോലെ തന്നെ വലിയ വളമൊന്നും വേണമെന്നില്ല. പൂക്കൾ തരുന്നതിനനുസരിച്ച് കുറേശ്ശെ വളം ചേർത്ത് കൊടുക്കണമെന്ന് മാത്രം. നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് വർഷം മുഴുവൻ പലതവണ പൂക്കൾ തരുമല്ലേ. അപ്പോൾ പൂക്കൂടെ തീർക്കുന്ന ഈ ചെടിയെ നിങ്ങൾക്കും പരീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.